നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ 75,000-ഓളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇവിടെ ജനസംഖ്യ ആനുപാതികമായി ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇപ്പോൾ നിലവിലുള്ള സ്ഥലം മാറ്റ പട്ടികയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 17ഓളം ജീവനക്കാരാണ് ഉള്ളത്. ഇതുവരെ ഇവിടേക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ട്രാൻസ്ഫറിംഗ് സിസ്റ്റം മാറ്റി നേരിട്ട് ജീവനക്കാരെ നിയമിക്കുന്ന സിസ്റ്റത്തിലൂടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പഞ്ചായത്തിലെ ജീവനക്കാർ സ്ഥലം മാറിപ്പോകുമ്പോൾ പകരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്നും അങ്ങാടിപ്പുറത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷ നേതാവാണെങ്കിൽ സ്വന്തം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങാടിപ്പുറത്തേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ ഇടപെടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമിക്കണമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള പ്രതിപക്ഷമാണോ അങ്ങാടിപ്പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു മാർച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തുവല്ല വേണ്ടത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ, പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? തദ്ദേശ പോകുമ്പോൾ നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്? എന്തേ നിങ്ങൾക്ക് പോയി പറഞ്ഞുകൂടാ? അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇതാ 3 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു 3 ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരിക്കും ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാവുക. അത് ഈ സമയം വരെ അവിടേക്ക് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗ് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഈ ഒരു അവസ്ഥ എന്നുള്ളതാണ് പ്രതിപക്ഷത്തോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ്, നിങ്ങളൊന്ന് പോകൂ, തിരുവനന്തപുരത്തേക്ക് പോകൂ. അവിടെ പോയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ, പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയെ കാണൂ. കണ്ടിട്ട് അദ്ദേഹത്തോട് പറയൂ, ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വേണം, അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ വേണം, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കൂ എന്ന് പറയാൻ ധൈര്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ പുറപ്പെടൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നിങ്ങളെല്ലാവരും ജയിച്ചു വന്ന വാർഡിൽ നിന്നുള്ള പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ സക്കീർ അരിപ്ര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി നന്ദിയും പറഞ്ഞു. റഷീദ് കുറ്റീരി, അബ്ദുള്ള അരങ്ങത്ത്, മുഹമ്മദ് അലി CT, മനാഫ് തോട്ടോളി, ഹമീദ് കട്ടുപ്പാറ, റഹീം അരങ്ങത്ത്, ഇക്ബാൽ KV തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പെരിന്തൽമണ്ണ.